സിമ്പിളായിട്ട് കുറച്ച് മക്രോണി ഉണ്ടാക്കിയാലോ. ഒരു ബൗളിൽ കുറച്ച് മക്രോണി എടുത്തിട്ട് അത് വേവിക്കാൻ വയ്ക്കുക. ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയതിന് ശേഷം ഉപ്പ് വെളിച്ചെണ്ണയും ഒഴിച്ച് അതിലേക്ക് മക്രോണി ചേർത്തിട്ട് ജസ്റ്റ് വേവിക്കുക. എന്നിട്ട് അത് ഡ്രെയിൻ ചെയ്ത് വയ്ക്കുക. പിന്നെ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള പച്ചക്കറിയായിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, തക്കാളി ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം വെളുത്തുള്ളി വാട്ടിയതിന് ശേഷം ബാക്കി ഉള്ളി, തക്കാളി ഓരോന്നായിട്ട് വാട്ടുക. കൂടെ പച്ചമുളകും ഇഞ്ചിയും കൂടി ചേർക്കുക. എന്നിട്ട് അത് നല്ലോണം വാടിയതിന് ശേഷം പൊടികളൊക്കെ ചേർക്കാം. കുരുമുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി ഒക്കെ ചേർക്കുക. ഈ ടൈമിൽ നമ്മൾ വേറെ ഉപ്പൊന്നും ചേർക്കുന്നില്ല. അത് ആദ്യം നമ്മൾ മക്രോണി വേവിക്കുമ്പോൾ ചേർത്തുകൊണ്ട് വേറെ അഡീഷണൽ ഉപ്പൊന്നും ഈ ടൈമിൽ ചേർക്കുന്നില്ല. പിന്നെ പൊടികളൊക്കെ നന്നായി വെന്ത് അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വരുന്ന ടൈമിൽ നമ്മൾ മക്രോണി ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുന്നു. അതിന് ശേഷം 1 2 നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുട്ട എടുത്ത് അത് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ ടൈമിൽ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗരം മസാല കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം സോസ് കൂടി ആഡ് ചെയ്യാം. അതും നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് എത്രയാണോ വേണ്ടത് അത്രമാത്രം ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.